ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ട് ഇൻറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നൊരു റീസ്റ്റോക്കിംഗ് ഡേ ആണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക ക്രാഫ്റ്റ് സപ്ലൈസും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ ഷോപ്പിൽ നിന്നായിട്ടാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാം ഒന്ന് അടക്കിപ്പടക്കി വെക്കണമല്ലോ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് എല്ലാം ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുറച്ച് ഗിഫ്റ്റ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ നമ്മളുടെ ഗിഫ്റ്റ് ബോക്സസ് ആണ്. ആവശ്യത്തിലധികം ഓരോ സ്ഥലത്തുനിന്ന് കാണുമ്പോൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഐറ്റം ആണല്ലോ, ചീത്തയായി പോകുന്നില്ലല്ലോ വാങ്ങിച്ച് വെച്ചെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കുറേ ഗിഫ്റ്റ് ബോക്സസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഷേപ്പിലും ഓരോ കളറിലുള്ള ബോക്സസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ച് വെക്കാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സസിൻ്റെ കളക്ഷൻസ്. ഇനിത് തീർന്നാൽ ഞാൻ അടുത്തത് റീസ്റ്റോക്ക് ചെയ്യുള്ളൂ കേട്ടോ. ചിലതൊക്കെ സെയിം ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ സൈസസ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓരോന്നിനും ഓരോ സൈസ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമർ പറയുന്നതനുസരിച്ചിട്ട് അവരുടെ ഐറ്റംസ് ഏത് ഗിഫ്റ്റ് ബോക്സിലാണോ സ്യൂട്ട് ആവുന്നത്, ഏതാണോ കാണാൻ ഭംഗിയുള്ളത്, അത് ചൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്ത് എടുക്കാറുള്ളത്. എല്ലാ ഗിഫ്റ്റ് ബോക്സസും നല്ല രീതിയിൽ നമുക്ക് എടുത്തു വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് ഇതുപോലെ ഞാൻ ബണ്ടിലായിട്ടാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. റെഡും വൈറ്റും ആണ് മോസ്റ്റ്ലി എനിക്ക് ആവശ്യമുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഡെക്കറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡെയ്സിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലവർ. അടുത്തതായിട്ട് ക്ലിങ് ഫിലിമിൻ്റെ ഈ ഒരു ബണ്ടിലാണ് നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് റാപ്പിംഗ് ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ 3 പീസസ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഗിഫ്റ്റ് ബാഗാണ്. 2 തരത്തിലുള്ള ഗിഫ്റ്റ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു തരത്തിലുള്ളതും പിന്നെ ട്രാൻസ്പാരൻറ്റ് ടൈപ്പിലുള്ളതും. അതൊക്കെ എടുത്തു വെക്കാം. പിന്നെ ഉള്ളത് കുറച്ച് ബലൂൺസ് ആണ്, ഫോയിൽ ബലൂൺസ് ആണ്, ഹാർട്ട് ഷേപ്പിലുള്ള ബലൂൺസ്. പിന്നെ നട്ട്സ് ജാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിമാണ്. ഫോട്ടോ ഫ്രെയിം മിക്കതും 8x6 ആണ് സൈസ് വരുന്നത്. പിന്നെ ചെറിയ ഫോട്ടോ ഫ്രെയിമും കൂടി ഉണ്ട് 4x6 വരുന്നത്. അടുത്തതായിട്ട് ജൂട്ടിൻ്റെ ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കാർഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സിന് സിമ്പിൾ കാർഡ് മറ്റേ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഇങ്ങനെ കാർഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വിഷസ് എഴുതി കൊടുക്കാമല്ലോ. പിന്നെ സൂപ്പർ ഗ്ലൂ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.